ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ കമ്പനിയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ് (TCS). കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് TCS വലിയ ഒരു വിവാദ വിഷയമായി മാറുകയാണ്. അവിടെ സംഭവിച്ച കാര്യങ്ങൾ. റാഡിക്കൽ ഇസ്ലാമിക വിഭാഗം ഇത്തരം സ്വകാര്യ കമ്പനികളിൽ കയറിക്കൂടി മതപരിവർത്തനം നടത്തുന്നു എന്നതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഞെട്ടിപ്പിക്കുന്ന സംഭവം. യഥാർത്ഥത്തിൽ നിലവിൽ ഏത് രീതിയിലൂടെയാണ് ഈ കേസ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് അവിടെ സംഭവിച്ചത്? നമ്മുടെ മാധ്യമങ്ങൾ പലതും കണ്ടില്ല എന്ന് നടിക്കുകയാണ് ഇത്തരത്തിൽ വളരെ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ വ്യവസായ ഗ്രൂപ്പാണ് ടാറ്റ ഗ്രൂപ്പ്. ഇക്കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നില്ല. ആ ടാറ്റ ഗ്രൂപ്പിലെ ഏറ്റവും വലിയ കമ്പനിയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസ്. ഇത് സോഫ്റ്റ്വെയർ, അതുപോലെ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്, BPO, അങ്ങനെ നിരവധി മേഖലകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള കമ്പനിയാണ് TCS. അങ്ങനെയുള്ള TCSൽ ഒരു ഗ്രൂമിംഗ് ഗാങ് എന്ന് പറയുന്ന ഒരു വിഭാഗം പ്രവർത്തിച്ചിരുന്നു, ഒരു തീവ്രവാദ ഗ്രൂപ്പ് അതിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ള വാർത്ത ഇന്ത്യ മാത്രമല്ല, എനിക്ക് തോന്നുന്നു ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു കാണും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിനിടയ്ക്ക് ചിലര് സ്വാഭാവികമായിട്ടും പറയാം, ഇതൊക്കെ ഒരു ഗൂഢാലോചന സിദ്ധാന്തമല്ലേ, അവിടെ എന്തെങ്കിലും ലൈംഗിക അപവാദമോ ജീവനക്കാർ തമ്മിലുള്ള വഴിവിട്ട ബന്ധങ്ങളും അതിനെ തുടർന്നുള്ള പ്രത്യാഘാതങ്ങളുമൊക്കെ അതിന് മതത്തിൻ്റെയും അതുപോലെ തന്നെ ജിഹാദിൻ്റെയും ഒക്കെ നിറം കൊടുത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ അതിനെ കോർപ്പറേറ്റ് ജിഹാദായിട്ട് പേരിട്ടിരിക്കുകയല്ലേ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരാം. പക്ഷേ ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന് ഞാൻ ആദ്യമേ പറയാം. അതായത് പോലീസ് 14 FIRകൾ ഈ പൂനെ നാസിക് എന്ന് പറയുന്ന സ്ഥലത്തെ TCSലാണ് ഇത് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ നാസിക്കിൽ TCSലെ ഇത്തരം ആരോപണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് 14 FIRകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഒറ്റപ്പെട്ട സംഭവമല്ല എന്നുള്ളത് അതിനെ ആദ്യമേ തന്നെ പറയാം. രണ്ടാമത്തേത്, ഇത് വിശ്വസിക്കാനുള്ള രണ്ടാമത്തെ കാരണം ഞാൻ പറയുന്നത്, ഇത് ആദ്യമായിട്ട് ഇത്തരം ഒരു സംഭവം ഫെബ്രുവരിയിലാണ് റിപ്പോർട്ട് ചെയ്തത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം പറയാം. ഈ ഫെബ്രുവരിയിൽ ഇത് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഉടൻ തന്നെ പോലീസിന്റെ ഒരു രഹസ്യ ടീമാണ് ഇത് അന്വേഷിച്ചത്. അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഈ TCSനുള്ളിൽ അവർ കടന്നു. അവർ ഒരു ഈ TCSലെ ഹൗസ് കീപ്പിംഗ്, അതായത് ക്ലീനിങ് ജോലികളൊക്കെ ചെയ്യുന്ന ഒരു വിഭാഗമായിട്ടോ അല്ലെങ്കിൽ അതുപോലുള്ള പുറത്ത് പ്രൈവറ്റ് കമ്പനികൾക്കാണ് ഈ ക്ലീനിങ് ഒക്കെ കരാർ കൊടുക്കുന്നത്, വലിയ കോർപ്പറേറ്റുകളൊക്കെ. അത്തരം ഒരു കമ്പനിയുടെ സ്റ്റാഫായിട്ട് അവർ ഇതിനുള്ളിൽ കടന്നു കയറി 2 മാസം ഇതിനുള്ളിലെ മുഴുവൻ ദൈനംദിന പ്രവർത്തനങ്ങളെ അവർ നിരീക്ഷിച്ചു. നിരീക്ഷിച്ചതിന് ശേഷം വളരെ കൃത്യമായിട്ട് പോലീസിന് മനസ്സിലായത്, ഇവിടെ മതം അടിസ്ഥാനമാക്കിയിട്ട് പല ആൾക്കാരെയും പീഡിപ്പിക്കുന്നുണ്ട്. അതിന് കേവലം ഒരേ ഒരു കാരണമേ ഉള്ളൂ, അവരുടെ വിശ്വാസം. രണ്ടാമത്തേത്, ഇതിനെ അതായത് അവിടെയുള്ള ജീവനക്കാരുടെ മുഴുവൻ റിലീജിയസ് ആൻഡ് ഇക്കണോമിക് പ്രൊഫൈലിംഗ് നടത്തി. അതായത് എല്ലാവരുടെയും മതം എന്താണ്, അവരുടെ ജാതി എന്താണ്, അവരുടെ സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ച് വിശദമായ റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ട് ഇതിലെ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള, അതായത് ഏറ്റവും നിസ്സഹായരായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് അവരെ ലൈംഗിക പീഡനത്തിന് വിധേയമാക്കുകയും അവരെ മതപരമായ അധിക്ഷേപങ്ങൾക്ക് വിധേയരാക്കുകയും ഇങ്ങനെ ചെയ്തു. അപ്പൊ പോലീസിന്റെ വളരെ കൃത്യമായ മാസങ്ങളോളം നീണ്ടു നിന്ന അന്വേഷണ റിപ്പോർട്ടുകളുണ്ട്, പരാതികളുണ്ട്. ഇത് കൂടാതെ 7 പേര് അറസ്റ്റിലായിട്ടുണ്ട്. ഈ അറസ്റ്റിലായവരുടെ പേരുകൾ ആസിഫ് അൻസാരി, ദാനിഷ് ഷെയ്ഖ്, ഷാഫി ഷെയ്ഖ്, ഷാരൂഖ് ഖുറേഷി, അശ്വിൻ ചൈനാനി, തൗസിഫ് അഠാർ, റാസ മേമൻ. ഇങ്ങനെ 4, 5, 6, 7 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. 7 പേരെ അറസ്റ്റ് ചെയ്ത്. അപ്പം ഇതിൽ ഞാൻ പറയുന്നത്, ഇത് ഇനിയും നമുക്ക് ഒരു കാരണവശാലും ഇതൊരു ഗൂഢാലോചന സിദ്ധാന്തമായിട്ട് പറയാൻ പറ്റില്ല. കാരണം പോലീസ് അന്വേഷണം നടത്തും, കേസ് FIR ഉണ്ട്, കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ദീർഘനാളായിട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഒരുപാട് കാര്യങ്ങൾ വ്യക്തമായിരിക്കുന്നു. അപ്പോൾ ഇത് പകൽ പോലെ സത്യമാണ്. അതാണ് അതിൻ്റെ ആദ്യത്തെ
പ്രഥമ ദൃഷ്ട്യാ ഉള്ള ഒരു വിശകലനം. ഇനി അടുത്ത കാര്യങ്ങളിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഈ ഒരു സംഭവം ആദ്യമായിട്ട് പുറത്തു വന്നത്? ഈ 2026 ഫെബ്രുവരിയിൽ ആണ് ഇത് 2022 മുതലേ ഇത്തരം ആരോപണങ്ങൾ ഇവിടെ നടക്കുന്നു. പക്ഷേ 2026 ഫെബ്രുവരിയിലാണ് ഇത് ആദ്യമായിട്ട് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അങ്ങനെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടിയുടെ പ്രവൃത്തിയിൽ, ഹിന്ദു പെൺകുട്ടിയാണ്, ആ പെൺകുട്ടിയുടെ ചില പ്രവൃത്തികളിൽ അതിൻ്റെ രക്ഷകർത്താക്കൾക്ക് ചില സംശയം തോന്നി. ഒരു റമദാൻ മാസത്തിൽ ആ പെൺകുട്ടി നോമ്പെടുക്കുകയും അതുപോലെ പെൺകുട്ടി ക്ഷേത്രങ്ങളിൽ പോകാൻ വിസമ്മതിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ വീട്ടുകാർക്കുണ്ടായ ഒരു സംശയം, അത് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമായിട്ട് പങ്കുവച്ചു. ഈ രാഷ്ട്രീയ പാർട്ടികൾ നാസിക് പോലീസിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നു. പോലീസ് പെൺകുട്ടിയെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് അന്വേഷിക്കുമ്പോഴാണ്, കൗൺസിലിങ്ങിന് വിധേയമാക്കുമ്പോഴാണ് ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്നത്. ഇതിനെ തുടർന്ന് പെൺകുട്ടിയെ ഈ സ്ഥാപനത്തിൽ നിന്നും അവർ രക്ഷകർത്താക്കൾ പിൻവലിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട, ഇതൊക്കെ തന്നെ സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ജാതിപരമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുടെ നേരെയാണ് ഈ ആക്രമണമൊക്കെ ഉണ്ട്. അതായത് സാമൂഹികമായിട്ട് പ്രതിരോധിക്കാനോ സാമ്പത്തികമായിട്ട് ഒരു കേസ് കൊടുത്ത് മുന്നോട്ട് പോകാനോ പറ്റാത്ത ഹിന്ദു പെൺകുട്ടികളെയാണ് ഇവർ കൃത്യമായി ടാർഗറ്റ് ചെയ്തത്. അതിനാണ് അവർ ആദ്യം പ്രൊഫൈലിംഗ് നടത്തിയത്. പ്രൊഫൈലിംഗ് നടത്തിയിട്ടാണ് അവർ ഈ പെൺകുട്ടികളെ തിരഞ്ഞെടുത്തതും പീഡിപ്പിച്ചതും ഒക്കെ. ഇതിൽ ചിലരെയൊക്കെ കൂട്ടബലാത്സംഗത്തിന് വിധേയരാക്കി അവരുടെ വീഡിയോകളൊക്കെ എടുത്തു. അങ്ങനെ അവരെ വീണ്ടും ഭീഷണിപ്പെടുത്തി. പലരുടെയും മനോനില തകർന്നു. അതിക്രൂരമായിട്ടുള്ള ഒരു സംഭവ വികാസമാണ്. പക്ഷെ ഇവിടെ ഈ 3 വർഷം ടാറ്റ കമ്പനിക്ക് 70-ലധികം മെയിലുകൾ പല ആൾക്കാരും അയച്ചെങ്കിലും ടാറ്റ കമ്പനി ഇതൊന്നും പരിഗണിച്ചില്ല എന്നുള്ളത് അതൊരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ്. ടാറ്റ കമ്പനി ചന്ദ്രശേഖരൻ, അതായത് TCSന്റെ CEO ആയിരുന്ന ചന്ദ്രശേഖരനാണ് ഇതിന് ഉത്തരവാദി എന്ന് ഞാൻ കരുതുന്നു. ചന്ദ്രശേഖരൻ ഉടനടി രാജിവെക്കണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതുപോലെ പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുഴുവൻ സിസ്റ്റവും TCSന്റെ ആ സിസ്റ്റം പരാജയപ്പെട്ടു പോയിരിക്കുന്നു. അവരുടെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആരതി സുബ്രഹ്മണ്യം നിർബന്ധമായിട്ടും അവരുടനെ രാജിവെക്കേണ്ടതാണ്. കാരണം ഈ പറയുന്ന ഇത്ര വലിയ കൊട്ടിഘോഷിച്ച ഒരു കമ്പനിയിൽ ഇത്ര ക്രൂരമായ ലൈംഗിക പീഡനം, മതത്തെ അടിസ്ഥാനമാക്കി ആൾക്കാരെ പീഡിപ്പിക്കുകയും ചെയ്തെങ്കിൽ ഈ പറയുന്ന മാന്യ മഹാജനങ്ങൾക്ക് തങ്ങളുടെ സ്ഥാനങ്ങളിൽ ഇരിക്കാൻ ഒരവകാശവുമില്ല. അതായത് TCSന്റെ HR വിഭാഗം പിരിച്ചുവിടണം, പൂർണ്ണമായിട്ടും പിരിച്ചുവിടണം. ഇവർക്കെതിരെ എല്ലാം കേസ് രജിസ്റ്റർ ചെയ്യും. പിന്നെ എന്തിനാണ് ഈ HR വിഭാഗം അവിടെ ഇരിക്കുന്നത്? ഈ HR വിഭാഗമാണ് ഇതിനെല്ലാം, ഇത്തരം ഗൂഢാലോചനകൾക്കൊക്കെ പിന്നിലെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത്. HR മാനേജരായ നിദ ഖാൻ എന്ന സ്ത്രീയാണ് ഇതിന്റെ കിങ് പിൻ. അവരെ ഒടുവിൽ പോയിരിക്കുകയാണ്, അവരെ കാണാനില്ല. ഇതിനിടയ്ക്ക് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട, ഞാൻ പറഞ്ഞല്ലോ, അയാളുടെ പേര് ഡാനിഷ് ഷെയ്ഖ്. ഡാനിഷ് ഷെയ്ഖിന്റെ ഭാര്യ തന്റെ ഭർത്താവിനെ പ്രതിരോധിക്കാനായിട്ട് രംഗത്ത് വരികയും അവിടെ യഥാർത്ഥത്തിൽ നടന്നത് പിന്നെ പല പുരുഷന്മാർക്കും വഴിവിട്ട ബന്ധങ്ങൾ സ്ത്രീകളുമായിട്ട് ഉണ്ടാവുകയും അങ്ങനെ സ്ത്രീകളുമായിട്ട് വഴിവിട്ട ബന്ധം ഉണ്ടായതിനെ തുടർന്ന് അവര് പിന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരികയും അങ്ങനെ സ്ത്രീകൾ പരാതി കൊടുക്കുകയും ചെയ്തു എന്നുള്ള വിക്ടിം ഷെയ്മിങ് എന്നുള്ള ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. അത് നമ്മൾ പലപ്പോഴും കാണാം. ഈ മതപരമായ ആക്രമണങ്ങൾ നടക്കുന്നിടത്തൊക്കെ വിക്ടിം ഷെയ്മിങ് എന്നുള്ളൊരു പരിപാടിയുണ്ട്. അതായത് സ്ത്രീയാണ് കുറ്റക്കാരി. ഇപ്പം നിങ്ങൾക്കറിയാം, ഇറാൻ പോലുള്ള രാജ്യങ്ങളിൽ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യപ്പെട്ടാൽ സ്ത്രീക്കും എതിരെ കേസ് വരും, പുരുഷനെതിരെ മാത്രമല്ല. കാരണം എന്തെന്നാൽ ഈ സ്ത്രീ എന്തെങ്കിലും അവരെ പ്രലോഭിപ്പിച്ചുവെന്നോ ആ രീതിയിലുള്ള ഒരു വകുപ്പ് വരും. ഏതാണ്ട് അതേ രീതിയിലാണ് ഇവിടെ ഇവർ പ്രതിരോധിക്കുന്നത്. ഇത് 3 വർഷം ഞാൻ ഈ പറഞ്ഞല്ലോ, അതായത് ഇത് ഒറ്റപ്പെട്ട സംഭവമോ ഇത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളിലുണ്ടായ തകർച്ചയുടെ ഫലമായിട്ടുണ്ടായ കള്ളക്കഥയൊന്നുമല്ല. ഇത് 3 കൊല്ലമായിട്ട് ഇതേ പരാതികൾ, കൃത്യമായി ഈ പരാതികൾ കമ്പനിക്ക് എത്തിയിട്ടുണ്ട്. പോലീസ് പിന്നെ വാട്സാപ്പ് ചാറ്റുകൾ, ഇമെയിലുകൾ ഒക്കെ തന്നെ ശേഖരിച്ചിട്ടുണ്ട്. പോലീസിന്റെ 2 മാസത്തെ അണ്ടർ കവർ ഓപ്പറേഷനിൽ നിന്ന് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും വന്നിട്ടുണ്ട്. ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഒരു മഹിമ, അവരുടെ ഒരു അന്തസ്സ്, അവരുടെ സത്യസന്ധത ഒക്കെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് TCS എന്ന കമ്പനി അത് എൻ്റെ അഭിപ്രായത്തിൽ ഈ നാസിക് യൂണിറ്റ് എന്നുള്ളത് പിരിച്ചുവിടുകയും അത് അടച്ചുപൂട്ടുകയും ചെയ്യേണ്ടതാണ്. ആ ജീവനക്കാരെ മറ്റു സ്ഥലങ്ങളിലേക്ക് റീഡിപ്ലോയ് ചെയ്യണം. അവരുടെ ജോലി കളയാൻ പാടില്ല, അവരെ റീഡിപ്ലോയ് ചെയ്യണം. ഈ കമ്പനിയുടെ HR പ്രവർത്തനങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണം നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി നടത്തണം.
ഇതിനിടയ്ക്ക് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ പല ആൾക്കാരും മലേഷ്യയിലുള്ള ഒരു ഇസ്ലാമിക പ്രീച്ചറും ഒരു റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് പ്രീച്ചറുമായിട്ട് അവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നുവെന്നും അയാളുടെ വീഡിയോകൾ അവർ കണ്ടിരുന്നുവെന്നുമാണ്. ഇതൊക്കെ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ കോർപ്പറേറ്റ് ലോകം കോംപ്രമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പിന്നെ ഒരു പ്രത്യാഘാതമായിട്ട് ഞാൻ കാണുന്നത്. കാരണം ഇത് TCSനെതിരെ മാത്രമല്ല, മറ്റു പല സ്വകാര്യ കമ്പനികൾക്കുമെതിരെ ഇതേ ആരോപണം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യയിലെ IT മേഖല, അത് പിന്നെ നിരവധി IT കമ്പനികൾക്കെതിരെ ഇതേ ആരോപണം വന്നിട്ടുണ്ട്. ഈ ആരോപണം വന്ന കമ്പനികൾക്കെതിരെ എല്ലാം തന്നെ FIR രജിസ്റ്റർ ചെയ്ത്, അത് വ്യക്തികൾക്കെതിരെയല്ല, ഈ കമ്പനികൾക്കെതിരെ തന്നെ അന്വേഷണം നടത്തണം. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത്? ഇത് ചില വ്യക്തികളുടെ വീഴ്ചയായിട്ടോ ചില ഡിപ്പാർട്ട്മെന്റിന്റെ ചില പ്രവർത്തനങ്ങളിൽ വന്ന വൈകല്യമായിട്ടോ ഒക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പൊ ഈ കോർപ്പറേറ്റ് ലോകത്ത് എന്ത് സംഭവിച്ചാലും അവരുടെ ഒരു PR വരും. PR വരുമെന്ന് വെച്ചാൽ വി ആർ ഗ്രേവ്ലി കൺസേൺഡ് ആൻഡ് ആംഗ്വിഷ്ഡ് ബൈ വാട്ട് ഹാപ്പൻ. ഇതാണ് ഇത് സ്ഥിരം വാക്കുകളാണ്, നമ്മൾ ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളതാണ്. എന്നിട്ട് പിന്നെ ഒരു കാര്യം പറയും, ദ കമ്പനി ഹാസ് സീറോ ടോളറൻസ് ടുവേഴ്സ് സച്ച് അട്രോസിറ്റീസ് അഗൈൻസ്റ്റ് വിമൻ. ഈ പതിവ് പല്ലവികളൊന്നും കേട്ട് നമ്മൾ മിണ്ടാതിരിക്കാൻ പാടില്ല. ഈ കമ്പനികളുടെ, അതായത് ടാറ്റയുടെ CEO ആയ ടാറ്റ സൺസിന്റെ തലവനായിട്ടിരിക്കുന്ന പിന്നെ ചന്ദ്രശേഖരൻ ഇതിൽ പ്രതികരിച്ചേ പറ്റൂ, കൃത്യമായ പ്രതികരണം നടത്തിയേ പറ്റൂ. 3 കൊല്ലം തന്റെ കമ്പനിയിൽ നടന്ന അദ്ദേഹം അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ആ സ്ഥാനത്തിരിക്കാൻ ഇയാൾക്ക് എന്തോന്നാണ് ഇത്ര വലിയ യോഗ്യത? ഇയാൾക്ക് വേറെ പല പണിയും ചെയ്തുകൂടി? ഈ പറയുന്ന വലിയ കോടികളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഒക്കെ വാങ്ങിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ പോലും ഒന്നും നോക്ക് ചെയ്യാതെ കയറി ചെല്ലാൻ സ്വാധീനമുള്ള അധികാരമുള്ള ഇതുപോലുള്ള വ്യക്തികൾ, അവർക്ക് മറ്റു രാജ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടോ? അവർക്ക് ഇത്തരം പ്രവർത്തികളിൽ തങ്ങളുടെ സ്ഥാപനങ്ങളിൽ നടക്കുമ്പോൾ അവർ മിണ്ടാതിരുന്നാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കേണ്ടത്? തങ്ങളുടെ കമ്പനികളിൽ ചാരന്മാർ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ? ISI, ഈ നിദാ ഖാൻ എന്ന് പറയുന്ന സ്ത്രീക്ക് ISIയുമായിട്ട് ബന്ധമുണ്ടോ? അവർക്ക് ലോകത്തിലെ തീവ്രവാദ ഗ്രൂപ്പുകളുമായിട്ട്, ലഷ്കറുമായിട്ടോ ജെയ്ഷെ മുഹമ്മദുമായിട്ടോ അതല്ലെങ്കിൽ ISISുമായിട്ടോ ബന്ധമുണ്ടോ? ഈ ചോദ്യങ്ങളൊക്കെ അന്വേഷിച്ചേ പറ്റും. കാരണം നിരപരാധികളായ നിരവധി പെൺകുട്ടികളുടെ ജീവിതം തകർത്തി. ഈ നാസിക് യൂണിറ്റിൽ 14ഓളം മുസ്ലിം സ്ത്രീകൾ ഉണ്ടായിരുന്നു. അവർക്കെതിരെ ഒന്നും ഇത്തരം ആക്രമണങ്ങൾ നടന്നില്ല. എന്തുകൊണ്ട് ഒരു വിഭാഗത്തിൽപ്പെട്ടവരെ മാത്രം തെരഞ്ഞുപിടിച്ച് നടത്തി? അതീവ രൂക്ഷമായ ചോദ്യങ്ങളാണ്. ഇത് മുക്കിവെക്കാനാണ് കേരളത്തിലെ ഉൾപ്പെടെ മാധ്യമങ്ങൾ ശ്രമിച്ചത്. പിന്നീടാണ് മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയത്. ഒരുപക്ഷെ ടാറ്റ പോലുള്ള ഒരു വലിയ ഗ്രൂപ്പിൽ അവർ കോടികളുടെ പരസ്യം ടാറ്റ ഗ്രൂപ്പ് പല കമ്പനികളിൽ നിന്നും, ഇപ്പൊ ടാറ്റ കാറുകൾ അല്ലെങ്കിൽ പിന്നെ അതുപോലുള്ള ഒരുപാട് പരസ്യങ്ങൾ കിട്ടുന്ന കാരണമായിരിക്കാം മാധ്യമങ്ങൾ ആദ്യം മിണ്ടാതിരുന്നത്. അല്ലെങ്കിൽ എല്ലാ മാധ്യമങ്ങളും ഇതുപോലെ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവണം. ഇതുപോലുള്ള തീവ്രവാദ ഗ്രൂപ്പുകളുടെ ആൾക്കാരായിരിക്കണം മാധ്യമങ്ങളുടെ HR നടത്തുന്നത്. ഇത് ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുക. ഇന്ത്യയുടെ കോർപ്പറേറ്റ് ഗവേണൻസിനെ കുറിച്ച് വളരെ വളരെ പ്രസക്തിയുള്ള ചോദ്യങ്ങൾ ഇവിടെ വരികയാണ്. ഈ ഇന്ത്യയുടെ കോർപ്പറേറ്റ് ഗവേണൻസ് എന്തൊക്കെയാണ്? അവിടെ ഇതൊന്നും ശ്രദ്ധിക്കപ്പെടുന്നില്ലേ? ഒരു തൊഴിലാളിയുടെ ഗ്രീവൻസ്, ഒരു തൊഴിലാളി ഒരു പരാതി പറഞ്ഞാൽ അത് ഫോളോ അപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു കമ്പനി മാനേജ്മെന്റ്, ആ കമ്പനി മാനേജ്മെന്റിന് തുടരാൻ എന്താണ് അർഹത? ഇതൊക്കെ ഞെട്ടിപ്പിക്കുന്ന ചോദ്യങ്ങൾ. ഇവരുടെയൊക്കെ നിഗൂഢ ബന്ധങ്ങൾ അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. ഇത് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തകർക്കുമെന്നൊന്നും പറഞ്ഞ് മാറി നിന്നിട്ട് കാര്യമില്ല. ഇന്ത്യയുടെ ദേശസുരക്ഷ കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും. ദേശസുരക്ഷ തന്നെ കോംപ്രമൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതീവ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷം. മൊത്തത്തിൽ ഇത് ഈ TCSനെ കുറിച്ച്, അതുപോലെ തന്നെ ഇന്ത്യയിലെ BPO കമ്പനികളെ കുറിച്ചും കൃത്യമായ അന്വേഷണം, ഈ കമ്പനി മേധാവികൾ ഉൾപ്പെടെ ഉള്ളവർക്ക് വിദേശവുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതൽ വിവരങ്ങളുമായിട്ട് നമ്മുടെ സമയം പരിമിതി മൂലം ഞാൻ തൽക്കാലം നിർത്തുകയാണ്. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ ഗൗതമിന് ചോദിക്കാം. ഇതിൽ ഹിന്ദു ദൈവങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പല പ്രവർത്തനങ്ങളും ഇവർ നടത്തി എന്നുള്ളതാണ് പറയുന്നത്. ഈ ട്രെയിനിങ് പീരീഡിൽ ഇങ്ങനെയുള്ള ദൈവങ്ങളെ കളിയാക്കുന്ന രീതിയിൽ ഈ HR ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സംസാരം ഉണ്ടാവുക, ഇതിൻ്റെ ഭാഗത്താൽ എന്താണ് വീട്ടിൽ നിന്ന് ഹിന്ദു ദൈവങ്ങളുടെ ചിത്രം പോലും മാറ്റിവെക്കാനായിട്ട് എന്താണ് ഈ സ്ത്രീകൾ, ഈ കമ്പനിയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും അത് ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് പേര്. ഇത് പോലീസ് 2 മാസം അവിടെ അണ്ടർ കവർ ഏജൻസ് ആയിട്ട്, അതായത് പിന്നെ പോലീസ് ഇത് നുഴഞ്ഞു കയറിയത് കൊണ്ട് ഇതിന്റെ വ്യക്തമായ ചിത്രം ഇവിടെ ഉണ്ട്. ഒരു യഥാർത്ഥ രീതിയിലുള്ള പ്രതികളെ കോടതിയിൽ സ്റ്റേഷനിൽ വിളിപ്പിച്ച് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇവർ പ്രതിരോധിക്കുമായിരുന്നു. അപ്പൊ ഇതിന്റെ ഈ വിഷയത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞ നാസിക് പോലീസിനെ ഞാൻ ആദ്യമേ അഭിനന്ദിക്കുകയാണ്. കാരണം അവരിത് ഗൗരവമായിട്ട് തന്നെ എടുത്തു.
ഇത് തീർച്ചയായിട്ടും ഇത് മതപരമായ ഒരു ആക്രമണം തന്നെയായിരുന്നു. ഇത് വിശ്വാസത്തിന് നേരെയുള്ള ഒരു കടന്നാക്രമണമായിരുന്നു. അതായത് പിന്നെ നമ്മുടെ നാട്ടിൽ പൊതുവെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു ആചാരങ്ങളെയും ഹിന്ദു ദൈവങ്ങളെയും ഒക്കെ ആക്രമിക്കുന്നതാണ് മതേതരത്വം തെളിയിക്കാനുള്ള ഒരു ഒരു ഉരകല്ല് എന്നുള്ള രീതിയിലുള്ള ഒരു ചിന്ത പലപ്പോഴും ദൗർഭാഗ്യവശാൽ സമൂഹത്തിലുണ്ട്. ഈ ഒരു പുരോഗമനത്തിന്റെ പടച്ചട്ട എടുത്തിട്ട്, പുരോഗമനത്തിന്റെ ഒരു മുഖം മൂടി എടുത്തിട്ട് ഒരു പിന്നെ ഈ പലപ്പോഴും സമൂഹത്തെ വഴിതെറ്റിക്കുന്ന ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ, ഉം. അഭിപ്രായ രൂപീകരണം നടത്തുന്നുള്ള ആൾക്കാർ, ഇവരൊക്കെയാണ് ഇത്തരം സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകാനുള്ള കാരണം. ഇത് ആദ്യം തന്നെ ഇവരെ പേരെടുത്ത് പറയുകയും ഇത് പിന്നെ നമ്മുടെ എന്താണ് അത് കോള സ്പേഡ് എന്നുള്ള ഇംഗ്ലീഷിലെ ഒരു പ്രയോഗമുണ്ട്. അതിനെ തുറന്നു പറയാൻ തയ്യാറാകുകയും കൃത്യമായിട്ട് അതിനെതിരെ നടപടിയെടുക്കുകയും ചെയ്താലേ ഇത് നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇതൊരു ക്യാൻസർ പോലെ സമൂഹത്തിലാകെ ബാധിച്ച് ഇന്ത്യയുടെ ദേശീയ സുരക്ഷിതത്തെയും അതുപോലെ തന്നെ ഇന്ത്യയുടെ സമൂഹത്തെയും തന്നെ ഇല്ലാതാക്കുന്ന ഒരു വലിയ രോഗമാണിത്. ഇത് കണ്ണുള്ളവർ കാണട്ടെ, ചെവിയുള്ളവർ കേൾക്കട്ടെ. ഇത് കണ്ണടയ്ക്കാൻ ഒരു കാരണവശാലും പറ്റില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്.